എല്ലാവർക്കും ക്രിസ്തുവിൽ ഒരു പ്രാവശ്യം കൂടി വന്ദനം അറിയിക്കുന്നു. കർത്താവ് എല്ലാവരും ഐശ്വര്യമായിട്ട് കർത്താവ് ആദരിക്കട്ടെ. കർത്താവിൻ്റെ വലിയ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് നമുക്ക് ഇന്ന് രാത്രിയിലും വിഷയങ്ങളെ ഓർത്ത് മധ്യസ്ഥനച്ച് പ്രാർത്ഥിക്കുവാൻ, ദേശത്തിന് വേണ്ടി വ്യാകുലം അനുഭവിക്കുന്ന, ഭയം അനുഭവിക്കുന്ന രാജ്യങ്ങൾക്ക് വേണ്ടി, വിശേഷാൽ സാമ്പത്തിക വിഷയത്തിലും ആത്മീയ വിഷയത്തിനകത്തും ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രിയപ്പെട്ടവർക്ക് വേണ്ടിയൊക്കെ നമുക്കിന്ന് രാത്രിയിലും പ്രാർത്ഥിക്കുവാൻ കർത്താവ് തന്ന നല്ല അനുവാദത്തിനായി 1000 നന്ദി സ്വർഗത്തെ കർത്താവിന് അറിയിക്കുന്നു. നാം രാവിലെ 5 മണിക്ക് വളരെ അനുഗ്രഹിക്കപ്പെട്ട പ്രാർത്ഥനയിൽ നാം ആയിരുന്നു. ദൈവശബ്ദം കേട്ട് നമ്മുടെ ഓരോ സ്റ്റെപ്പുകൾ വെക്കുവാൻ നാം ആഗ്രഹിച്ചു, സ്റ്റെപ്പ് വെച്ചു. ഞാനൊരു വാക്ക് പറഞ്ഞു, ഇന്ന് ദൈവം ചില സന്തോഷ വാർത്തകൾ നമുക്ക് ദൈവം തരുമെന്ന് പറഞ്ഞു. ചില ദൈവമക്കളുടെ വിടുതലുകളുടെ ശബ്ദങ്ങൾ എനിക്ക് 10:30 മണിയായപ്പോൾ കേൾക്കുവാൻ ഇടയാക്കി തീർത്തു. വരുന്ന ദിവസങ്ങൾ നമ്മൾ സാക്ഷ്യത്തിന് വേണ്ടി സമയം വേർതിരിക്കുമ്പോൾ ആ കാര്യങ്ങളൊക്കെ ആ ദൈവമക്കൾ അവർ നാവെന്ന് പറയും. ദൈവം പറഞ്ഞ കാര്യം ദൈവം ചെയ്യും. അതിന് കാലതാമസം വരാൻ സാധ്യതയില്ല. ഇനിയും നമ്മുടെ കൂടാരങ്ങളിൽ സന്തോഷ വാർത്ത വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. ഈ മാർച്ച് മാസം നാം ചിന്തിച്ച ദൈവിക വാഗ്ദത്ത വചനം, പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ നമുക്ക് വരുമെന്ന്. പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത്, പ്രതീക്ഷിക്കാത്ത മേഖലയിൽ നിന്നും ദൈവം നമുക്ക് തരുമെന്നാണ് ദൈവത്തിൻ്റെ വാഗ്ദത്തം നമുക്ക് ഈ മാസം ആരംഭത്തിൽ തന്നെ ലഭിച്ചത്. അതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഇന്ന് രാത്രി വൈകുന്നേരം ഞാനൊരു വചനം വായിപ്പാൻ സ്റ്റെപ്പ് വെച്ചപ്പോൾ എൻ്റെ അകത്ത് വേറൊരു അതുമായിട്ട് ബന്ധപ്പെട്ടൊരു വെളിപ്പാട് കയറി വന്നുകൊണ്ട്, പ്രതീക്ഷിക്കാത്ത ഉറവ എന്നൊരു ദൂത് എൻ്റെ അകത്ത് വന്നുകൊണ്ട് ഞാൻ അതിനെ ഇന്ന് രാത്രിയിൽ അല്പനിമിഷം ശുശ്രൂഷിപ്പാൻ ആഗ്രഹിക്കുന്നു. 2 രാജാക്കന്മാരുടെ പുസ്തകം അതിൻ്റെ 3-ാമത്തെ വാക്യത്തിൻ്റെ അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യം, 2 Kings chapter 3 verses 20. പ്ലീസ് വായിക്കാമോ? സ്തോത്രം. പിറ്റേന്നാൾ രാവിലെ ഭോജനയാഗത്തിന്റെ സമയത്ത് വെള്ളം ഏതോ വഴിയായി വരുന്നത് കണ്ടു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. ദേശം വെള്ളം കൊണ്ട് നിറഞ്ഞു. വന്ന വഴി ഏതോ വഴിയായി ആ വെള്ളം വന്നു എന്ന വാക്കാണ്. ഏതോ വഴിയായി വെള്ളം വന്നു എന്ന വാക്കാണ്. നമുക്കറിയാം, ദൈവം ഇസഹാക്കിന് 2 മക്കളെ കൊടുത്തു എന്നത് നമ്മൾക്കറിയാവുന്ന കാര്യമാണ്. അതിൽ ഏശാവും യാക്കോബും എന്ന 2 തലമുറകൾ. ആ മൂത്ത സന്തതിയുടെ മേഖലയിൽ ഉൽപ്പത്തി പുസ്തകം 25-ാമത്തെ അധ്യായത്തിന് 30-ാമത്തെ വാക്യം നാം വായിക്കുമ്പോൾ, ഈ ചുവന്ന പായസം കുടിച്ചപ്പോൾ അവൻ്റെ പേര് ചുമന്നവനായിപ്പോയി. ഒന്ന് വായിച്ചുവിടാമോ? പെട്ടെന്ന് വായിച്ചുവിടാമോ? ഉൽപ്പത്തി പുസ്തകം 25-ാം അധ്യായത്തിന്റെ 30-ാമത്തെ വാക്യം. ഏശാവ് യാക്കോബിനോട്, ആ ചുവന്ന പായസം കുറെ എനിക്ക് തരണം, ഞാൻ നന്നായി ക്ഷീണിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന് ഏദോം, ചുവന്നവൻ എന്ന് പേരായി. നോക്കണം. അപ്പൊ കറുത്ത പായസം കുടിച്ചെങ്കിൽ, പച്ച പായസം കുടിച്ചിരുന്നെങ്കിൽ, അപ്പോൾ കുടിക്കുന്നതനുസരിച്ചായിരിക്കും നമ്മുടെ ഭാവിയിൽ വരുന്ന പ്രയാസങ്ങളെല്ലാം. അപ്പോൾ എന്ത് കുടിക്കണമെന്നും എന്ത് കുടിക്കാൻ പാടില്ലെന്നും കുടിക്കുന്നവർ തീരുമാനിക്കണം. ഈ വിശപ്പ് വരുന്നത് കൊണ്ട് കിട്ടുന്നത് വാലി വലിച്ച് പിടിച്ചു കഴിഞ്ഞാൽ ഭാവിയിൽ കുടിച്ചതിൻ്റെ പേരും കഴിച്ചതിൻ്റെ പേരിലായിരിക്കും നമ്മുടെ അന്തരീക്ഷങ്ങളൊക്കെ മാറുന്ന വാക്ക്. ഏകദേശം മനസ്സിലായോ? ഞാനത് ഒരിക്കൽ നന്നായിട്ട് പ്രസംഗിക്കാം. ഇപ്പോൾ ഞാൻ ദൂതിലേറ്റ് മാത്രം അറിയാം. സ്തോത്രം. അപ്പോൾ നമ്മൾ കഴിച്ചാലും കുടിച്ചാലും എന്ത് കഴിക്കണം, എന്ത് കഴിക്കാൻ പാടില്ല എന്നത് നമുക്ക് ഇവിടെ മുതൽ നമുക്ക് തീരുമാനിക്കേണ്ട കാര്യമാണ്. അപ്പോൾ കടിയിലും കുടിയിലും ഒക്കെ വലിയ പ്രാധാന്യമുള്ള കാര്യം നമുക്ക് ഈ വാക്യം വായിച്ചപ്പോൾ തന്നെ ഏകദേശം ഒരു ഐഡിയ കിട്ടി. അതുകൊണ്ടാണ് പെന്തിക്കോസ്ത് വാക്ക് ഇരിക്കരുത്, കഴിക്കരുത്, പോകരുത്, നോക്കരുത്, തൊടരുത്, വേണ്ട വേണ്ട വേണ്ട, നമുക്ക് പറ്റിയതല്ല, പെന്തിക്കോസ്തർക്ക് വേണ്ട എന്ന് പറയേണ്ട കാര്യം പിന്നേറ്റതിൽ ചുമന്നവനായിട്ട് മാറും, അല്ലെങ്കിൽ പിന്നെ കറുത്തവനായിട്ട് മാറും, അല്ലെങ്കിൽ പച്ചയായിട്ട് മാറും എന്നൊക്കെയുള്ള ആഫ്റ്റർ എഫക്റ്റ് വരുന്നത് കൊണ്ടാണ് വേണ്ട എന്ന് വെക്കുന്ന കാര്യം. എന്നിട്ടും അനുസരണക്കേട് കാണിച്ചിട്ട് പോയി ചുമന്നവരായിട്ട് വന്ന് ഇഷ്ടം പോലെ ഉണ്ട്. നമുക്കത് പിന്നെ ഒരിക്കൽ അതിൻ്റെ ആധികാരികമായിട്ട് ശുശ്രൂഷിക്കാം. ഞാൻ ഇന്ന് ദൂത് മാത്രം പറഞ്ഞു നിർത്താൻ ആഗ്രഹിക്കുന്നു. നമുക്കറിയാം, ഏലിയാവ് 8 അത്ഭുതം ചെയ്തതായിട്ട് നമുക്കറിയാം.
ഏലിയാവിന്റെ കൈക്ക് വെള്ളമൊഴിച്ച എലീശ 16 അത്ഭുതം ചെയ്തതായിട്ട് നമുക്കറിയാം. ഇവിടെ നാം വായിച്ച വാക്യം ആമേൻ തൻ്റെ അത്ഭുതത്തിൻ്റെ 4ാമത്തെ അത്ഭുതമാണ് നാം വായിച്ചത്. ഒന്നുകൂടി എന്തുകൊണ്ട് അങ്ങനൊരു വാക്ക് ഞാനിവിടെ വായിപ്പിക്കാൻ കാരണം വായിക്കാം. അതിൻ്റെ 16ാമത്തെ വാക്യം 2 രാജാക്കളുടെ പുസ്തകം 3-ന്റെ 16ാമത്തെ വാക്യം എന്തുകൊണ്ട് എന്നതാണ് വായിച്ച് യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവീൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. പ്രതീക്ഷിക്കാത്തൊരു നിറവ്, പ്രതീക്ഷിക്കാത്തൊരു ഉറവ, പ്രതീക്ഷിക്കാത്ത ഒരു മറുപടി, പ്രതീക്ഷിക്കാത്തൊരു അത്ഭുതം. അത് വരുന്നത് പ്രതീക്ഷിക്കാത്ത ഇടത്തുനിന്നാണ് എന്ന് പറഞ്ഞാൽ ഏദോമ്യർ, ഞാൻ എൻ്റെ കയ്യിൽ കുറേ റെഫറൻസ് ഉണ്ട്, അതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് ഏദോമിനുമായിട്ട് ഞാനിപ്പോൾ ആ മെസ്സേജ് തൊട്ടാൽ നമ്മുടെ സമയം ഒത്തിരി മാറുന്നതുകൊണ്ട് നമുക്കത് മറ്റു സമയത്തേക്ക് ഈ വിഷയത്തെ ഞാൻ തൊടാം. അപ്പോൾ അവൻ ജാതീയനായി മാറിയതുകൊണ്ട് ഈ നമുക്കറിയാം, ഈ മാനത്തോട് മനുഷ്യൻ വിവേകഹീനനായാൽ നശിച്ചു പോകുന്ന മൃഗമാകും. ഈ അവൻ്റെ ക്വാളിറ്റി നഷ്ടപ്പെട്ടു പോയാൽ, ക്വാണ്ടിറ്റി നഷ്ടപ്പെട്ടു പോയാൽ അവൻ പിന്നെ മൃഗമായിരിക്കും. നമുക്കറിയാം, നല്ല വ്യക്തിത്വമുള്ള, വിദ്യാഭ്യാസമുള്ള, നല്ല കുടുംബത്തിൽ പിറന്ന വ്യക്തികൾ മദ്യപാനികളായാൽ പിന്നെ ആ വ്യക്തിയെപ്പോലെ ദേശത്ത് ഒരു വല്ലാത്ത, നമുക്കറിയാമല്ലോ, അദ്ദേഹത്തിൻ്റെ പേഴ്സണാലിറ്റി പോയി വല്ലാത്ത രൂപമായി മാറി. പിന്നെ അദ്ദേഹത്തെ സംബോധന ചെയ്യുന്ന, അദ്ദേഹത്തെ പദവി നോക്കിയിട്ടല്ല സംബോധന ചെയ്യുന്ന, മറ്റു പല പദങ്ങൾ ഉപയോഗിച്ചായിരിക്കും അദ്ദേഹം സംബോധന. അത് ഒരിക്കലും അങ്ങനെ പറയാനും അനുഭവിക്കാനും പാടില്ല. അതുപോലെ തന്നെ ഈ വിശ്വാസ കുടുംബം ജനിച്ചു വളർന്ന ഏഷ്യാവ് ജാതീയനായി മാറി. ജാതീയന വന്നപ്പോൾ അവൻ സ്വന്തം സഹോദരനായ യാക്കോബിന് എതിരായി മാറി. എന്ന് പറഞ്ഞാൽ ആത്മീയർക്ക് എതിരായി മാറി അനാത്മീയനായ ഈ ഏശാവ്. അവൻ ഏദോമ്യ വംശമായി മാറി. അതുകൊണ്ട് ഇസ്രായേൽ മക്കൾ 430 സംവത്സരത്തിൻ്റെ അടിമ ആമയിൽ നിന്ന് രക്ഷപ്പെട്ട് കനാൻ ദേശത്ത് ലക്ഷ്യമാക്കി സഞ്ചരിച്ചു പോകുമ്പോൾ അവർക്ക് ഏതോം വഴിയായിട്ട് പോയാൽ അല്പം ലാഭമുണ്ട്, അല്പം ഷോർട്ട് കട്ടാണ്. അപ്പോൾ ഷോർട്ട് കട്ട് ആയതുകൊണ്ട് അവർ പോയി ചോദിച്ചു, ഏതോമ്യ രാജാവിൻ്റെ അടുക്ക പോയിട്ട് ചോദിച്ചു, നിന്റെ അനുജൻ, നിന്റെ സഹോദരൻ ഇതുവഴി ഒന്ന് പോകാൻ ഒന്ന് അനുവാദം തരാമോ എന്ന് ചോദിച്ചപ്പോൾ, എൻ്റെ സഹോദരൻ ആരാ, എനിക്ക് അങ്ങ് സഹോദരൻ ഇല്ല എന്ന മട്ട് സംസാരിച്ചു. മേലാൽ ഈ റൂട്ട് വഴി സഞ്ചരിക്ക് കാലടിച്ചു പൊട്ടിക്കും, നിങ്ങളുടെ യുദ്ധം ചെയ്യേണ്ട കയ്യിൽ ആയുധമുണ്ട് എന്ന് പറഞ്ഞ് അവരെ ആറ്റി ഓടിച്ചു എന്ന് പറഞ്ഞാൽ സഹോദരൻ എന്നുള്ള ചിന്ത പോലും ഇല്ലാതെ വണ്ണം ഏശാവിൻ്റെ വംശക്കാരായ ഏദോമ്യർ യാക്കോബിൻ്റെ തലമുറയെ ഏതോം വഴിയായിട്ട് പോകാൻ അനുവദിച്ചില്ല. രാജപാതമേ ഉപയോഗിക്കത്തുള്ളൂ, ഞങ്ങളുടെ മൃഗങ്ങൾക്ക് അവിടുന്ന് പുല്ല് കഴിക്കത്തില്ല, അവിടുത്തെ കിണറ്റിന് വെള്ളമെടുക്കത്തില്ല എന്നൊക്കെ എഗ്രിമെൻ്റ് ഒക്കെ ചെയ്തിട്ടും അനുവാദം കൊടുത്തില്ല. അത്രയും കയ്പുണ്ടായിരുന്നു. അങ്ങനെ കയ്പുള്ള ദേഷ്യത്തിൽ നിന്നാകുന്നു ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി കുഴിച്ച കുഴിക്കകത്ത്, കിണറ്റിനകത്ത് ആ ദൈവം വെള്ളം കൊണ്ട് നിറച്ചത് ഏദോമിൽ നിന്ന് വെള്ളം കൊണ്ടുവന്നാണ്. ദൂത് പിടികിട്ടെങ്കിൽ ഒരു സ്തോത്രം പറഞ്ഞാൽ തെറ്റില്ല. കരമുയർത്തി ദൈവത്തെ സ്തോത്രം ചെയ്യാം. ഓർത്തോണം, ആ പദത്തിന്റെ വെളിപ്പാട് ഓർത്തോണം. ഒരിക്കലും ഈ ഞങ്ങൾ റൂട്ട് വഴി പോകാൻ പാടില്ല എന്ന് പറഞ്ഞ് കയ്പ് കാണിച്ച ആ ഏദോമിന് തന്നെ ദൈവം മഴ പെയ്യിപ്പിച്ച് വെള്ളമൊഴുക്കി. ഇവിടെ കാറ്റില്ല, ഇവിടെ താഴ്വരകത്ത് കുഴിവെട്ടാൻ പറഞ്ഞു, മഴയില്ല, ഒന്നും ഇവിടെ അതിൻ്റെ ഒരു രൂപമോ അതിൻ്റെ ഭാവമോ ഇല്ല. പക്ഷെ ദൈവം പറഞ്ഞ വാക്ക്, നിങ്ങളുടെ മൃഗങ്ങൾക്കും നിങ്ങളുടെ കുഞ്ഞുകുട്ടിയും കുടുംബത്തിനും ദാഹം തിരിക്കുവാൻ തക്കവണ്ണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി വെള്ളം നിറയ്ക്കാം. ഇന്ന് രാത്രി അസാധ്യമെന്ന് ചിന്തിക്കുന്ന സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് ചിന്തിക്കുന്ന ഇടത്തു നിന്നും ഒരു അത്ഭുതം ആത്മാവ് ചെയ്യാൻ പോകുന്നുവെന്ന് ഞാൻ പ്രവചന ആത്മാവിൽ ദൈവജനത്തെ പ്രവചിച്ചു പറഞ്ഞാൽ, കരമടിച്ച് ആത്മാവിൽ നിയോഗമുള്ളവർ
പരിശുദ്ധാത്മാവിൽ കരമടിച്ച് പറഞ്ഞു, ദൈവം എനിക്ക് വേണ്ടി, എന്റെ സന്തതിക്ക് വേണ്ടി ദൈവാത്മാവ് ആര് നന്മ തരത്തിലെന്ന് പറഞ്ഞുവോ, ആര് ഉയർച്ച തരത്തിലെന്ന് പറഞ്ഞുവോ, അവിടെ തന്നെ ഒരു ഉയർച്ചയെ, ഒരു ഉറവേ ദൈവം ഒരുക്കി നാം വെട്ടിയ കുഴിക്കകത്തേക്ക് നിറച്ച് ആമേ തന്ന് മാനിപ്പ എന്റെ ദൈവം വിശ്വസ്തനാണ്. ഈ മൂന്നാമത്തെ മാസം സ്തോത്രം പറഞ്ഞ് സ്വീകരിക്കണം. നാലാമത്തെ മാസത്തിലേക്ക് പോകുമ്പോൾ നന്ദി പറയത്തക്ക നിലയിൽ അത്ഭുതത്തിന്റെ കൂമ്പാരങ്ങൾ ഇറങ്ങി വരത്തക്ക വണ്ണം ദൈവാത്മാവ് ഇന്ന് ഈ ദൂത് വെച്ച് ദൈവാത്മ ഇടപെടുന്ന വാക്കാകുന്നു. ഏതോമേ, നീ വെള്ളം കൊടുക്കില്ലെന്നോ, നീ യാത്രയെ അനുവദിക്കത്തില്ലെന്നോ, നീ അവർക്കൊരു ആശ്വാസമാകിയില്ലോ എന്ന് പറഞ്ഞാൽ നീ ഒന്നും ചെയ്യണ്ട. ആമേ, ഇസ്രായേലിന്റെ ദൈവം ഇസ്രായേലിന്റെ വീട് സകല കാര്യം ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ കൊടുക്കുന്നത് എവിടെ നിന്നറിയാമോ? നിന്റെ നിന്നാണ് എടുത്തു കൊടുക്കുന്ന വാക്ക്, നിന്റെ നിന്ന് എടുത്തു കൊടുക്കും. സ്തോത്ര. അതുകൊണ്ടാണ് ആ വാക്ക് വായിച്ചത്. വെള്ളം പിറ്റേ ദിവസം രാവിലെ ഭോജനയാഗം. ഞാനൊരു വാക്ക് പറയാമേ, ഈ ദിവസങ്ങൾ ഒന്നുകൂടി ഞാൻ ആവർത്തിച്ച് പറയാം. ഈ മാസം നന്നായിട്ട് ആരാധിച്ചുകൊണ്ടിരിക്കണം കേട്ടോ. നന്നാ പാട്ടും പാടി ആരാധിച്ച് അന്യഭാഷ പറഞ്ഞ് പൊക്കോണം. ഇങ്ങനെ ഭോജനയാഗം നടത്തിക്കൊണ്ടിരിക്കണം, സ്തോത്രം നടന്നുകൊണ്ടിരിക്കണം, നടന്നുകൊണ്ടിരിക്കണം, സ്തുതി നടത്തിക്കൊണ്ടിരിക്കണം. അങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ചിട്ട് വെളിയിൽ വരുമ്പോൾ നമ്മൾ കുഴിച്ച കിണറിനകത്ത് മൊത്തം ആമേ ഏതോ നിന്നും വെള്ളം വന്ന് കിടക്കുന്നതായി. ടെൻഷൻ വേണ്ട കേട്ടോ. ഡോണ്ട് വറി. ഹലോ, ഡോണ്ട് വറി. ആൻറ്റി പറഞ്ഞ് ഞാൻ വ്യാകുലപ്പെടുന്നില്ല കേട്ടോ. പറ അച്ഛാ, പറ കുഞ്ഞെ, നിങ്ങൾ പറയണം. ഈ ദൂഷിക്കൊക്കെ ദൈവമൊക്കെ പറയണം. ഡോണ്ട് വറി. എൻ്റെ ഡ്യൂട്ടി ആരാധനയാണ്, എൻ്റെ ഡ്യൂട്ടി ഭോജനയാഗം നടത്തുകയാണ്. ഞാനിങ്ങനെ ഭോജനം നടത്തിക്കൊണ്ടിരിക്കും. നടത്തിക്കൊണ്ടിരിക്കും? സ്തോത്രം കർത്താവിന് കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ആരാധിച്ചിട്ട് ഞാൻ പുറത്തിറങ്ങുമ്പോൾ ഞാൻ കാണുന്നത് ഞാൻ കുഴിച്ച കുഴിക്കകത്ത് മുഴുവനുമായി വെള്ളം നിറഞ്ഞു നിൽക്കുമ്പോൾ ഉടരകടകൾ അകത്തും പുറത്തും ഒരുപോലെ സന്തോഷം വരത്തക്കവണ്ണം എൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. ശക്രിയാവേ ഉടവരകടകൾ ശബ്ദരാധന നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായെന്ന് പറയത്തക്ക നിലയിൽ ഇന്ന് രാത്രിയിൽ ആത്മാവ് ഇടപെടുന്നു. നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ദൈവാത്മാവ് ഉത്തരം തന്ന് മാനിക്കാത്തക്ക സമയമായി. അത് സ്തോത്രം വെട്ടിക്കുറയ്ക്കരുത്, ആരാധന വെട്ടിക്കുറയ്ക്കരുത്, അന്യഭാഷയ്ക്ക് ഷോർട്ടേജ് വരുത്തരുത്, ശ്രുതിക്ക് വെട്ടിക്കുറയ്ക്കരുത്. ആരാധിച്ചുകൊണ്ടിരിക്കണം. ഭോജനയാഗം കഴിഞ്ഞ് പുറത്തിറങ്ങിയപ്പോൾ ഏതോ വഴിയായിട്ട് വെള്ളം കൊണ്ട് നിറച്ചു. ഇന്ന് രാത്രി പ്രവാചകൻ പ്രവചിച്ച തെറ്റല്ല, പ്രവാചകൻ പറഞ്ഞ വാക്ക് തെറ്റല്ല. നിന്നോട് പറഞ്ഞത് കുഴിവെട്ടാണ് പറഞ്ഞ വാക്ക്. നീ കുഴിവെട്ടിയാൽ മതി. വേറൊരു ചോദ്യം അവിടെ വേണ്ട, വേറൊരു സംശയം അവിടെ വേണ്ട, വേറെ തെറ്റാ ധാരണ അവിടെ വേണ്ട. ദൈവാത്മ പൊട്ടനെ പോലെ പൊട്ടിയ പോലെ ആ പറയാൻ പറഞ്ഞ കാര്യം ചെയ്താൽ മതി. ബാക്കി ദൈവം നോക്കിക്കൊള്ളും. അതാ ദൈവത്തിന് ഇടപെടലേക്ക് സ്തോത്ര. പ്രതീക്ഷിക്കാത്ത ഉറവ. ഞാൻ ഒന്നൊരു വാക്ക് വായിക്കുകയാണ്. അവൻ പറഞ്ഞത് ആരാ? ഏലീശ പറഞ്ഞത്. യഹോവ ഇപ്രകാരം അരുളി ചെയ്യുന്നു, ഈ താഴ്വരകളിൽ എത്ര കുഴി വെട്ടണം? ജോമസിസ്റ്റ് പറ, എത്ര കുഴി വെട്ടണം? നമുക്ക് പാസ്റ്റ് 5 എണ്ണം പോരെ? നമ്മുടെ കപ്പാസിറ്റി അനുസരിച്ച് 10 എണ്ണം പോരെ? ഓർത്തോണം, എത്രത്തോളം വെട്ടാമോ അത്രത്തോളം വെട്ടിക്കോണം. സ്തോത്രം. എത്രത്തോളം വെട്ടാമോ അത്രത്തോളം വെട്ടിക്കോണം. എത്രത്തോളം കുഴിക്കാമോ അത്രത്തോളം കുഴിച്ചോണം. കുഴിക്കുന്നിടത്തെല്ലാം നിറയ്ക്കും. പറഞ്ഞത് ചെയ്താൽ മതി. അവിടെ ഈ എലീശ ഒരിക്കൽ പറഞ്ഞു, പാത്രം കുറയ്ക്കരുത് കേട്ടോ എന്ന് പ്രവാചക ശിഷ്യൻ്റെ ഭാര്യയോടും മക്കളോടും. നീ പാത്രം കുറയ്ക്കരുത് കേട്ടോ. പാത്രം കുറച്ചാൽ നിനക്കേ പണി കിട്ടത്തുള്ളൂ, എനിക്ക് പണി കിട്ടത്തില്ല. മനസ്സിലാവുന്നുണ്ടോ? പാത്രം കുറയ്ക്കരുത്, പാത്രം കൂട്ടിക്കോണം. ഒരു പാത്രം കുറയ്ക്കരുത്. കിട്ടുന്നിടത്തോളം പാത്രം. നിന്റെ കടഭാരം മാറാൻ പോവുകയാണ്, ദാരിദ്ര്യം മാറാൻ പോവുകയാണ്, ശൂന്യത മാറാൻ പോവുകയാണ്. ദാരിദ്ര്യം മാറാൻ പോവുകയാണ്. എത്രയോ നാളുകളായി, എത്രയോ ദിവസമായി ശൂന്യത കൊണ്ട് മാത്രം സഞ്ചരിക്കുന്ന ദൈവമക്കളെ
കടവാരം മാറ്റാൻ നിന്റെ വീട്ടിൽ വന്ന് കയറി ദൂത് പറഞ്ഞിട്ട് പ്രവാചകൻ പറയുന്നു, പാത്രം കുറയ്ക്കരുത്, കഴിയുന്നത്ര പാത്രം വാങ്ങി അകത്ത് കയറിക്കോ, നീ സ്തോത്രം മാത്രം പറഞ്ഞുകൊണ്ടിരുന്നാൽ മതി. നിറയ്ക്കാൻ ദൂത് എന്നോട് പറയാൻ പറഞ്ഞു യഹോവ അത് നിറച്ചോളും. സ്തോത്രം. എന്നോട് ചില കുടുംബത്തോട് ആത്മാവിൽ ഞാൻ ദൂത് പറയുന്നു, ആവെ കടഭാരം മാറുന്നു. ഈ വർഷം ഈ 3-ാമത്തെ മാസം ചില സാധ്യതകൾ ആമെ കുടുംബത്തിനകത്തേക്ക് വന്നു കയറി അടാരകക്ഷംതുരി വിടപക്ഷലാദന ഒരു അത്ഭുതകരമായ പ്രഖ്യാപനം ദൈവാത്മാവ് ചെയ്യാൻ സമയമായെന്നേ. പ്രൈസ് ഗോഡ്. വിശ്വാസത്തോടെ സ്തോത്രം പറഞ്ഞ് ഏറ്റെടുത്തോ. ഭോജനയാഗം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ദൂത് നിറവേറി. കുഴിക്കാൻ പറഞ്ഞു. അനേകം നോക്കണം, അനേകം കുഴികൾ വെട്ടുവിൻ, അനേകം കുഴികൾ വെട്ടുവിൻ. സ്തോത്രം. കുറയ്ക്കരുത്. അനേകം കുഴികൾ വെട്ടുവിൻ. ഒരു രാത്രി മുഴുരാത്രി ഇരുന്ന് വെട്ടിയാലും തെറ്റ് വരത്തില്ല. സ്തോത്രം. എന്നും വെട്ടാൻ പറയത്തില്ല, അത് രസം. എന്നും പാത്രം ശേഖരിക്കാൻ പറയുമ്പോൾ കയറിക്കോണം. മനസ്സിലാകുന്നുണ്ട്? എൻ്റെ ശിശുവിൻ്റെ വിജയം അതാണ്. ദൈവം പറഞ്ഞിരുന്നോളും. കാര്യം എനിക്കറിയാം, ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് അവകാശം കിട്ടുമെന്നറിയാം. അവിടെ ഇന്ന് വരെ ഞാൻ വേണമോ കർത്താവ്, ഇപ്പം ഇരിക്കണമോ, ഇപ്പം വേണം, ഞാൻ പറയും ദൈവം എനിക്കറിയാം. ഇരിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിറയ്ക്കുന്നത് കൊണ്ടാണ് ഇരിക്കാൻ പറഞ്ഞ വാക്ക്. അറയിൽ കിടന്ന് വാതിയുടെ രഹസ്യത്തെ കാണാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുവാൻ തക്ക ദൈവം ഒരു വാക്ക് പറയും, കയറിയിരുന്നോണം. അവിടെ നമ്മൾ അവിടെ പോകണം, ഇവിടെ പോകണം, അവിടെ കല്യാണം, ഇവിടെ കല്യാണം, ഇവിടെ ഉണ്ട്, അവിടെ ഒന്ന് പോകല്ലേ. കിട്ടുന്ന ചാൻസ് പരമാവധി ഉപയോഗിച്ചോണം. വെട്ടാൻ പറഞ്ഞ് വെട്ടിക്കോണം. അനേകം കുഴികൾ, അനേകം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ശക്തി അനുസരിച്ച് വെട്ടിക്കോണം. താങ്ക് യു ലോർഡ്. അനേകം കുഴികൾ വെട്ടാൻ പറഞ്ഞു. ഈ താഴ്വരയിൽ അനേകം കുഴികൾ വെട്ടുവിൻ. നിങ്ങൾ കാറ്റ് കാണുകയില്ല, അത് ഞാൻ കാണുന്നു. നിങ്ങൾ കാണത്തില്ല, ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രാർത്ഥിക്കുന്നവന് കാണാൻ അറിയാം. നല്ല മനസ്സുള്ളവന് കാണുമ്പോൾ അറിയാം ഇവൻ രക്ഷപ്പെടാൻ പോവുകയാണ്. സ്തോത്രം. ഒരു പ്രവാചക കണ്ണോടുകൂടെ ഞാൻ നിങ്ങളെ കണ്ണു നോക്കി പറയാം, എനിക്ക് കാണാൻ പറ്റും നിങ്ങളുടെ ഉയർച്ച, എനിക്ക് നിങ്ങളുടെ നന്മ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ സന്തോഷം കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ നന്മ കാണാൻ പറ്റുന്നുണ്ട്, എനിക്ക് നിങ്ങളുടെ സന്തോഷം കാണാൻ പറ്റുന്നു. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ കാണാൻ പറ്റിയത് വരത്തില്ല. രാവിലെ ഞാൻ രാത്രി ആത്മാവിൽ പറയുന്നു, ഞാൻ കാണുന്നുണ്ട്. ദൈവാത്മാവ് നിങ്ങൾക്ക് വേണ്ടി കൂടാരത്തിലെ സന്തോഷം ആത്മാവിൽ ഞാൻ കാണുകയാണ്. താമസിക്കത്തില്ല. നിങ്ങൾ കാറ്റ് കാണത്തില്ല, പക്ഷെ ഞാൻ കാറ്റ് കാണുന്നുണ്ട്. അടുത്ത പറയുന്ന വാക്കാണ്, നിങ്ങൾ കാറ്റ് കാണുകയില്ല, മഴയും കാണുകയില്ല, പക്ഷേ ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണ്. മഴ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയില്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടായിരിക്കാം. പക്ഷേ ആത്മാവ് പറയുന്നു, ഞാൻ കാണുന്നു. ഇതേ വെളിപ്പാടല്ലേ ഏലിയാവ് കണ്ടത്? ആമേ കാലിൻ്റെ ഇടയിൽ തലയിൽ അകമർത്തി വെച്ചിട്ട് ദൈവസന്നിധി എത്രയോ പ്രാവശ്യം കമന്നിരുന്ന് പ്രാർത്ഥിച്ചു. കൈപ്പത്ത് രൂപമുള്ള മേഘം കണ്ടപ്പോൾ ഏലിയാവ് പറഞ്ഞു, വേണമെങ്കിൽ കുതിരയും പൂട്ടിക്കൊണ്ട് ഓടിക്കോ, ദൈവത്തിൻ്റെ പ്രവൃത്തി വെളിപ്പെടാൻ സമയമായി. ഞാൻ കാണുന്നു. റിഖാനസില. നീ കാണുന്ന കൈപ്പത്ത് രൂപമായിരിക്കാം നീ കാണുന്നു, പക്ഷെ കൈപ്പത്ത് രൂപത്തിനകത്ത് കിടക്കുന്ന തിമിർത്തു പെയ്യുന്ന മഴയുടെ വലിയ ശക്തി എൻ്റെ ചെവിക്കകത്ത് എൻ്റെ ആത്മക്കണ്ണിൽ കാണുന്നുണ്ട്. ആമേൻ. ഇന്ന് രാത്രി ഉറങ്ങാതൊരു സ്തോത്രം പറയണം. നല്ല ജാഗരിച്ചോണം. ഇത് വലിയൊരു മറുപടിയാണ്. ചിലപ്പോൾ എന്ന വാക്ക് ഉപയോഗിക്കുന്ന കാര്യം നിങ്ങൾക്ക് എത്രത്തോളം അത് വിശ്വസിക്കാൻ പറ്റുമെന്ന് അറിയത്തില്ല. അടുത്ത രാവിലെ നാം വെട്ടിയ കുഴിക്കകം മൊത്തം നിറഞ്ഞ് സന്തോഷ ശബ്ദമായിരിക്കും. ദൈവാത്മാ കേൾപ്പിക്കുകയും കാണുകയും ചെയ്യുന്ന സന്തോഷത്തോടെ കാര്യമൊന്ന് അടിച്ചൊന്ന് ആത്മാവിൽ പറഞ്ഞ്, പാസ്റ്റേ ഞാനും കാണുന്നുണ്ടെന്ന് പറയാൻ പറ്റുമെങ്കിൽ, ഞാനും അത് അനുഭവിക്കാൻ പറ്റുമെന്ന് മനസ്സിലാക്കുന്നവർ നിങ്ങൾക്കും ആ ദൂത് ശിവത്വത്തോടെ പറയാം, പാസ്റ്റേ ഞാനും കാണുന്നുണ്ട്, ഞാനിത് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്, എനിക്കിത് മനസ്സിലാകുന്നുണ്ട്. അടുത്ത ദിവസത്തിൽ കാറ്റില്ല, കോളില്ല, ഒന്നുമില്ല, പക്ഷെ എനിക്കൊരു കാര്യം അറിയാൻ പറ്റുന്നുണ്ട്. ഞാൻ വെട്ടിയ കുഴിക്കകത്ത് ഏതോമിൽ നിന്നും ശത്രു പാളയത്തു നിന്നും എന്നെ കുടിപ്പിക്കാൻ, എന്റെ ദാഹം മാറ്റാൻ, എന്റെ കുടുംബത്തിന്റെ വിഷയത്തിന്റെ മറുപടിക്ക് വേണ്ടി ഒരു ഉറവ വരുന്ന ഞാൻ വെട്ടിയ കുഴിക്കകം മൊത്തം നിറഞ്ഞു.
അത് സന്തോഷിക്കുന്ന ഞാൻ ആത്മാവിൽ കാണുന്നുണ്ട്. Praise God. എന്നാൽ നിങ്ങളും നിങ്ങളുടെ ആടുമാടുകളും നിങ്ങളുടെ മൃഗവാഹനങ്ങളും കുടിക്കത്തക്കവണ്ണം ഈ താഴ്വര വെള്ളം കൊണ്ട് നിറയും. സ്തോത്രം. എൻ്റെ ചിന്ത ശരിയാണെങ്കിൽ ആ വെള്ളത്തിൽ നിന്ന് ഒരു ഗ്ലാസ് വെള്ളം എലീശ കുടിച്ച് കാണത്തില്ല, കൊടുത്തും കാണത്തില്ല. എണ്ണ നിറഞ്ഞപ്പോൾ അമ്മാമ ഒരു ഭരണി എണ്ണ പാസ്റ്റർ കൂടി കൊണ്ടുപോകുന്നു പറഞ്ഞ് കൊടുക്കാൻ സാധ്യതയില്ല. പുള്ളി ചോദിച്ചുമില്ല. ഇന്ന് രാത്രിയിൽ ആത്മാവിൽ ഞാൻ പറയാം, കൊടുത്താലും കൊടുത്തില്ലെങ്കിലും തന്നാലും തന്നില്ലെങ്കിലും ദൈവം ജനത്തിന് വേണ്ടി ദൂത് പറയാൻ പറഞ്ഞാൽ ആ ദൂത് നിറവേറുന്ന ദൂതാണ്. ആ ദൂത് നിറവേറും. ആ ദൂത് നിറവേറും. ആ ദൂത് നിറവേറും. ഇന്ന് രാത്രി ആത്മാവിൽ പറയാം, കുറേ നാളുകളായി കരയുന്നില്ലേ? കുറേ നാളുകൾ വ്യാകുലപ്പെടുന്നില്ലേ? ഇന്ന് രാത്രി വിശ്വസിക്കാം, പ്രതീക്ഷിക്കാത്ത ഒരു വെള്ളം വരുന്നുണ്ട്. നാം പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും അത് ഏതോമിൽ നിന്നാണ് വരുന്നത്. പ്രൈസ് ഗോഡ്. ചില ഫോൺ കോൾസ് വരും, ചില അക്സെപ്റ്റ് ചെയ്ത ചില വിശേഷത കർത്താവ് തരും. പ്രൈസ് ഗോഡ്. ശത്രുവിൻ്റെ പാളയത്തിലും മൃഷ്ടഭോജനം ഒരുക്കി നന്മയും കരുണയുമൊക്കെയും നമുക്ക് വരത്തക്ക വണ്ണ നിലയിൽ ചില അവകാശങ്ങൾ നാം പ്രതീക്ഷിക്കാത്ത ദൈവാത്മ തന്ന് ഈ മാസം മാനിക്കും. കുറച്ചോണം പ്രതീക്ഷിക്കാത്ത ഉറവ, പ്രതീക്ഷിക്കാത്ത ഇടത്തു നിന്നും പ്രതീക്ഷിക്കാത്ത സമയത്ത് ഭോജനയാൻ കഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ വെള്ളം നിറഞ്ഞു കിടക്കുന്ന കണ്ടു. എത്ര സന്തോഷം നോക്കിയ സ്വത്രം. ഞങ്ങളുടെ നാട്ടിൽ കനാലുണ്ടായിരുന്നു. ആണ്ടിലൊരിക്കലാണ് കനാൽ വെള്ളം വരുന്നത്. അയ്യോ, ആ കനാൽ വെള്ളം വരുമ്പോൾ നമ്മുടെ പിള്ളേർക്കുണ്ടാകുന്ന സന്തോഷം, ചാടുക, മറിയുക, ബഹളം വയ്ക്കുക, നാട്ടുകാർക്ക് മുഴുവൻ സന്തോഷം. വെള്ളം വന്നു കനാലിൽ. കാര്യം ആ വെള്ളം വരുമ്പോൾ കിണർ മൊത്തം നിറയും. അതുകൊണ്ട് 10, 30, 50 അടി തൊടിയുള്ള ആ സ്തോത്രം ഈ കിണറെല്ലാം പിന്നെ ഒരു 5 പടിയോ 10 പടിയോ കൊരിയാൽ മതി. അത്രമാത്രം നിലയിൽ ഈസിയാകും. ഇത് ഇവിടെ നിന്ന് പോകുന്ന വെള്ളമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം, ആ സമയത്ത് ആ ദേശത്തിൽ ഉത്സവമാണ്, സന്തോഷമാണ്, ഭയങ്കര ആനന്ദമാണ്. ഞാൻ പറഞ്ഞ അർത്ഥം, ഇതുപോലെ വീണ്ടും വരണ്ടു കിടക്കുന്ന കുടുംബത്തിനകത്ത് നമ്മുടെ വ്യക്തി ജീവിതത്തിൽ ഒരു മറുപടി വരുമ്പോഴേ ഉണ്ടാകുന്ന സന്തോഷം ശ്രേഷ്ഠമാണ്. ഇന്ന് രാത്രി പറയാം, ഈ മാർച്ച് മാസം 3-ാമത്തെ മാസം പ്രതീക്ഷിക്കാത്തിടത്തു നിന്നും പ്രതീക്ഷിക്കാത്ത നന്മ പ്രതീക്ഷിക്കാത്ത സമയത്ത് വരുമെങ്കിൽ ഒരിക്കലും ആമേൻ ആ കൊല്ലാം നടന്ന ഏതോമിൽ നിന്നും അവിടുന്ന് ഒരു അനുഗ്രഹത്തിന് ശബ്ദം വരുമെന്ന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. ഇന്ന് രാത്രി നമ്മൾ കണ്ണടയ്ക്കുക, നമുക്ക് പറയാം, യെസ് കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു എൻ്റെ ജീവിതത്തിനകത്ത് ഒരു അത്ഭുത മറുപടി ദൈവം തന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ കാണുന്നില്ല, പക്ഷേ ഞാൻ കാണുന്നു. നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, പക്ഷേ എനിക്ക് മനസ്സിലാകുന്നുണ്ട്. കാര്യം എന്താണ്? ആമേൻ, നിങ്ങൾക്ക് വേണ്ടി എനിക്ക് തന്ന ദൂതാണ് എന്ന് എലീശ പറയുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാം, കർത്താവേ, എന്നെ നീ അറിയുന്നുവല്ലോ, എൻ്റെ പ്രാർത്ഥനയ്ക്ക് മറുപടി ദൈവം തരുന്നുവല്ലോ. എന്നെ സന്തോഷിപ്പിക്കുവാൻ തക്കവണ്ണം അങ്ങ് കാണിക്കുന്ന വ്യഗ്രത ഏറ്റവും ശ്രേഷ്ഠമായിട്ട് ഞാൻ ബോധ്യപ്പെടുന്നു. ഇന്ന് രാത്രി നമുക്ക് പറയാം, നമ്മുടെ കർത്താവ് നല്ലവനാണ്, നമ്മുടെ കർത്താവ് അത്ഭുതവാനാണ്. ഓ ഹല്ലേലൂയ. നന്മ മാത്രമേ, നന്മ മാത്രമേ, നന്മയല്ലാതൊന്നുമേ നീ ചെയ്യുകയില്ല. എന്തോ ഭാവിച്ചെന്നാലും എല്ലാമേ ഓ എന്തോ ഭാവിച്ചെൻ താങ്ക് യു ലോ എന്തോ ആമേ എല്ലാമേ ശുവേ നന്മയ്ക്കായിട്ടല്ലോ നീ മാത്രമേ, നീ മാത്രമേ, നീ മാത്രം ശബലഘടകൗഷധര മസാഗി എൻ്റെ യേശു ആമ എൻ്റെ ജീ താങ്ക് യു ലോർഡ്. ഒന്നു മാത്രമേ എൻ്റെ യേശു. വിശ്വാസത്തോടെ എൻ്റെ ജീവനെ
എൻ്റെ ആശയെ നീ ഒന്നു മാത്രമേ, നീ മാത്രം, നന്ദിയോടെ നീ മാത്രമേ, നീ റബലഭൗഷദഗസി എൻ്റെ യേശുവേ, എൻ്റെ ജീവാ, എൻ്റെ യേശുവേ, എൻ്റെ ജീവൻ, ഓ എൻ്റെ ആശ നീ ഒന്നു. പിന്നെ പ്രാർത്ഥിച്ചാണ്. താങ്ക് യു ലോർഡ് ജീസസ്.